ഹലോ എവരിവൺ, ഇതാ ഇത് ടാങ്ക് ബണ്ടാണേ. കണ്ടില്ലേ മൊത്തം കളർഫുൾ ലൈറ്റ്സുമായിട്ട് എങ്ങനെ തിളങ്ങിപ്പോന്നു എന്ന്. ഇതൊക്കെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞാൻ 2 ദിവസമായി വിചാരിക്കുന്നു ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തിടണമെന്ന്. പറ്റിയില്ല, ഇന്നിപ്പം പറ്റി. വൈകുന്നേരം സമയം കിട്ടിയപ്പോൾ എന്നാ ഒന്ന് ഇറങ്ങിയതാണ്. 2-3 വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതാ ഇത് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ്, അതെ, തെലങ്കാന സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് അന്നమాట കേട്ടോ. ഞാനിതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പക്ഷേ അത് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. സോ ഇപ്പം നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അതിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഇതാ കണ്ടില്ലേ കളർഫുൾ ലൈറ്റ്സ്. പിന്നൊന്നാണ്ട് അവിടെ ദീപം പോലൊരെണ്ണം കാണുന്നില്ലേ, അതിനെക്കുറിച്ച് പറയാമേ. പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഉദ്ഘാടന സമയത്തൊക്കെ ആയിട്ട് അത് ഒരു സ്മാരകമാണ്. അതായത് ഇവിടെ പണ്ട് നമ്മുടെ തെലങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ്, അതുപോലെ ആന്ധ്ര, ഇതെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നല്ലോ, ഒരു സ്റ്റേറ്റായിട്ടായിരുന്നല്ലോ ആന്ധ്രാപ്രദേശ് എന്നും പറഞ്ഞുകൊണ്ട്. അന്ന് തെലങ്കാന വിട്ടുകിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരിയും പേര് അവരുടെ ജീവത്യാഗം ചെയ്തായിരുന്നു. അന്ന് അവരുടെ ആരാണോ ജീവത്യാഗം ചെയ്തത് അവരുടെ ഓർമ്മയ്ക്കായിട്ട് കിട്ടിയതാണ് ഈ സ്മാരകം. പിന്നെ അന്ന് മുതൽ അവരുടെ ആ ഒരു ഇതായിട്ട് എന്നും അവിടെ വിളക്ക്, അവർക്ക് ദീപം വെക്കുന്ന പോലൊക്കെ എന്നും അവിടെ വിളക്ക് കത്തി നിൽക്കത്തക്ക പോലൊക്കെ അങ്ങനെ അവളുടെ ഓർമ്മയ്ക്കായിട്ട് അതുണ്ടാക്കി. പിന്നെ ഇത് ടാങ്ക് ബണ്ട് ചുറ്റും എല്ലായിടത്തും ഇതേ ലൈറ്റിങ്, എല്ലാം നവരാത്രി ആഘോഷങ്ങളുമായിട്ട് തിളങ്ങുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ദസറയ്ക്ക് മുമ്പായിട്ട് ഉണ്ടല്ലോ ബദ്രി ബതക്കമ്മ, അന്നേരം അതുമായിട്ട് വരാമേ. ഓക്കെ, ബായ് ബായ്. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.